കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് തന്നെ താരസംഘടനയായ അമ്മയെ പറ്റി തന്നെയാണ്. അൻസിബ ഹാസിന്റെ വെളിപ്പെടുത്തലും അമ്മ സംഘടനയിലെ പൊട്ടിത്തെറികളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രൂപത്തിൽ തന്നെ ചർച്ചാ വിഷയങ്ങളായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും ചൂടായ ചർച്ചകൾ തന്നെയാണ് അമ്മ സംഘടനയിൽ നിന്ന് പുറത്തു വരുന്നത്. അൻസിബയുടെ തുറന്നു പറച്ചിലും വെളിപ്പെടുത്തലും എല്ലാം തന്നെ വലിയ രൂപത്തിലുള്ള ഒരു വാതിൽ തന്നെയാണ് അമ്മയിലേക്ക് തുറന്നു വെച്ചിരിക്കുന്നത്. അമ്മയുടെ താരസംഘടനയിലെ നേതൃത്വം മാറിയതിൽ പിന്നെയും ഒരുപാട് പ്രശ്നങ്ങളൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും തെറ്റുകയായിരുന്നു. അമ്മയുടെ താരസംഘടന വീണ്ടും അടിമുടി പൊളിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. പ്രമുഖ താരങ്ങളിൽ നിന്നും വരുന്ന വെളിപ്പെടുത്തലെല്ലാം തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി കാണിക്കുന്നത്. ടിനി ടോം തന്നെ ജിഹാദി എന്ന് വിളിച്ച് അഭിമാനപ്പെടുത്തി എന്ന് പറഞ്ഞെല്ലാം തന്നെ ഒരുപാട് വിഷയങ്ങൾ അൻസിബ ഹാസൻ മുന്നോട്ട് വെക്കുമ്പോഴും ടിനി ടോമിന് ഒരുപാട് ആരാധകരും ഒരുപാട് നേതൃത്വന്മാരുടെ കൂടെയും ഒരുപാട് പണത്തിന്റെ സ്വാധീനവും ഒരുപാട് ഉള്ളതുകൊണ്ട് തനിക്ക് ഭയമുണ്ട് എന്ന് അൻസിബ തുറന്നു പറയുന്നു. ഈ കാര്യത്തിൽ ഗവൺമെന്റും തന്റെ കൂടെ ഒപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് അൻസിബ പറയുമ്പോഴും ഒരുപക്ഷത്തെ ആളുകൾ ടിനി ടോമിന്റെ മറുപടിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടിനി ടോം ഇതിന് ഒരു പ്രതികരണം ഉടനെ തന്നെ രംഗത്ത് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പ്രമുഖ താരങ്ങളെ പറ്റി പുറത്തു വരുന്ന ഓരോ വാർത്തകളെയും കാതോട് കേട്ടിരിക്കാൻ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ മോഹൻലാൽ, മമ്മൂട്ടിയെ പോലുള്ള താരങ്ങൾ ഇതിനെ എന്തുകൊണ്ട് പ്രതികരിച്ച് രംഗത്ത് വരുന്നില്ല എന്നും ചോദിക്കുന്നു. തന്റെ അനിയത്തിയെ പോലെ അല്ലെങ്കിൽ മകളെ പോലെ കാണുന്ന അൻസിബയെ പറ്റിയെല്ലാം തന്നെ മോഹൻലാലും എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നാണ് ഇപ്പോഴും ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളെ വലിയ വലിയ പ്രമുഖർ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അമ്മയിലെ താരസംഘടനയിലെ നേതാക്കളായിരുന്ന മോഹൻലാൽ എല്ലാം തന്നെ രാജിവെച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്ന നേതൃത്വം തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണം. ഹേമ കമ്മിറ്റി ആയിരുന്നു ഇതിന് ഏറ്റവും വലിയൊരു കാരണമായി ചൂണ്ടിക്കാണിച്ചത്. ഹേമ കമ്മിറ്റിക്ക് ശേഷം രാജിവെച്ച ഓരോ അംഗങ്ങളും പിന്നീട് മൗനം പാലിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഇവർ രംഗത്ത് വരുന്നില്ല എന്നും ഇവർ മൗനം പാലിച്ച് വിട്ടുനിൽക്കുകയാണോ എന്നെല്ലാം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ പിന്നീട് വന്ന കമ്മിറ്റിയും ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ് നേരിടുന്നത്. ഇപ്പോൾ കൂടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ എങ്ങനെ ഇവർ സ്വാധീനിച്ച് എങ്ങനെ മാറ്റി വീണ്ടും അമ്മ എന്ന താരസംഘടനയെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയിൽ താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.